ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അസു സ്റ്റഡി കോർണർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 1ാം ക്ലാസ്സിൻ്റെ അറബിക്കിൻ്റെ ഫസ്റ്റ് ടേമിനൽ എക്സാമിനേഷൻ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ലഭ്യമാകാൻ ഈ ചാനലിൽ തന്നെ നൽകിയിരിക്കുന്ന സ്റ്റാൻഡേർഡ് 1 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് എന്ന് നൽകിയിരിക്കുന്ന പ്ലേലിസ്റ്റിലൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. ആദ്യത്തെ 15 മിനിറ്റ് കൂട്ടുകാർക്ക് ചോദ്യങ്ങളെല്ലാം നന്നായി വായിച്ച് മനസ്സിലാക്കാനുള്ള സമയമാണ്. എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂട്ടുകാർ ഉത്തരം എഴുതണം. നമ്മൾക്ക് 1ാമത്തെ ആക്ടിവിറ്റി നോക്കാം. നുലവ്വിനു വനക്തുബോ. ചിത്രങ്ങൾക്ക് നിറം നൽകിയിട്ട് അനുയോജ്യമായ പദത്തിന് നേരെ ശരി അടയാളം ഇടാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നൽകിയിരിക്കുന്ന മീനിനും വീടിനും സിംഹത്തിനുമെല്ലാം നല്ല ഭംഗിയായി നിറം നൽകണം അല്ലേ? മീനിന് എന്താണ് നമ്മൾ അറബിയിൽ പഠിച്ചിരിക്കുന്നത്? ഇവിടെ 2 വാക്കുകൾ നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? സമക്കുൻ എന്നും ഖിത്തുൻ എന്നും. ഏതാണ് ശരിയായിട്ടുള്ള വാക്ക്? സമക്ക് എന്നാൽ എന്താണ്? മീനാണ്. ഖിത്തുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പൂച്ചയാണ്. അപ്പോൾ ഏതാണ് ശരിയായിട്ടുള്ള വാക്ക്? സമക്കുൻ എന്നാണ് അല്ലേ? അതിലാണ് നമ്മൾ ടിക്ക് മാർക്ക് ഇടേണ്ടത്. ഇനി 2ാമത്തെ ചിത്രം എന്താണ്? വീടിന്റെ ചിത്രമാണ് അല്ലേ? വീടിന് എന്താണ് നമ്മൾ അറബിയിൽ പഠിച്ചിരിക്കുന്നത്? ഇവിടെ 2 വാക്കുകൾ നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? 1ാമത്തേതാണ് നബ്തുൻ, 2ാമത്തേതോ ബൈത്തുൻ. ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? ബൈത്തുൻ എന്നാണ് അറബിയിൽ വീടിന് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ അതിന് നേരെയാണ് നമ്മൾ ടിക്ക് മാർക്ക് ഇടേണ്ടത്. ഇനി 3ാമത്തെ ചിത്രം എന്താണ്? ഒരു സിംഹമാണ് അല്ലേ? ഇവിടെ നൽകിയിരിക്കുന്ന വാക്കുകൾ എന്തൊക്കെയാണ്? 1ാമത്തെ വാക്ക് എന്താണ്? കെൽബുൻ എന്നാണ്. 2ാമത്തെ വാക്ക് എന്താണ്? അസദുൻ എന്നാണ്. അതിൽ ഏതാണ് ശരിയായിട്ടുള്ള വാക്ക്? നമ്മൾ സിംഹത്തിന് എന്താണ് പഠിച്ചിരിക്കുന്നത്? അസദുൻ എന്നാണ് അല്ലേ? അപ്പോൾ ശരിയായിട്ടുള്ള വാക്ക് ഏതാണ്? 2ാമത് നൽകിയിരിക്കുന്ന വാക്കാണ് അല്ലേ? അതിന് നേരെയാണ് നമ്മൾ ടിക്ക് മാർക്ക് ഇടേണ്ടത്. ഇനി 2ാമത്തെ ചോദ്യം നോക്കാം. ചിത്രത്തിൽ ആരാണെന്ന് കണ്ടുപിടിച്ചെഴുതാം. ആരാണ് ചിത്രത്തിൽ കൂട്ടുകാർ കാണുന്നത്? ഒരു കോഴിക്കുഞ്ഞാണ് അല്ലേ? കോഴിക്കുഞ്ഞിന് എന്താണ് നമ്മൾ അറബിയിൽ പഠിച്ചിരിക്കുന്നത്? സോസുൻ എന്നാണോ ബബഗാഉൻ എന്നാണോ? ഏതാണ് ശരിയായിട്ടുള്ളത്? സൂസുൻ എന്നാൽ കോഴിക്കുഞ്ഞാണ്. ബബഗാഉൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തത്തയാണ് അല്ലേ? അപ്പോൾ ശരിയായിട്ടുള്ള വാക്ക് ഏതാണ്? സോസുൻ ആണ് അല്ലേ? ആ സോസുൻ എന്നുള്ള 1ാമത്തെ വാക്ക് നമ്മൾ ഇപ്പുറത്ത് നൽകിയിരിക്കുന്ന ബോക്സിലേക്ക് എടുത്ത് എഴുതിയാൽ മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചിത്രത്തിൽ എന്താണെന്ന് നോക്കി പേര് പൂർത്തിയാക്കാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. എന്താണ് കൂട്ടുകാർ ചിത്രത്തിൽ കാണുന്നത്? ഒരു ഉറുമാമ്പഴമാണ് അല്ലേ? ഉറുമാമ്പഴത്തിന് എന്താണ് നമ്മൾ അറബിയിൽ പറയുന്നത്? ഇവിടെ വാക്ക് നൽകിയിരിക്കുന്നത് എന്താണ്? ഡാഷ് മാനുൻ. അവിടെ വിട്ടുപോയിരിക്കുന്ന അക്ഷരം ഏതാണ്? ഉറുമാമ്പഴത്തിന്റെ അറബി വാക്കെന്താണ്? റുമ്മാനുൻ എന്നാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഏത് അക്ഷരമാണ് അവിടെ പൂരിപ്പിക്കേണ്ടത്? റു എന്നാണ് പൂരിപ്പിക്കേണ്ടത്. ഇനി 2ാമത്തെ ആക്ടിവിറ്റി നോക്കാം. നഖ്താറു സ്വഹേഹ്. പദങ്ങൾക്ക് അനുയോജ്യമായ ചിത്രങ്ങൾ കണ്ടെത്തിയിട്ട് അതിന് നേരെ ശരി അടയാളം ഇടാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. 1ാമത് നൽകിയിരിക്കുന്ന വാക്കെന്താണ്? ബുൽബുലുൻ എന്നാണ് അല്ലേ? അവിടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങളിൽ ഏതാണ് ബുൽബുൽ? 1ാമത്തേത് ബബഗ ആണ്. 2ാമത്തേത് ബുൽബുലാണ്. 3ാമത്തേത് ഗൊറാബാണ് അല്ലേ? അതിൽ ഏതാണ് അപ്പോൾ ശരിയായിട്ടുള്ള ആൻസർ? 2ാമത്തെ കോളത്തിലാണ് നമ്മൾ ടിക്ക് മാർക്ക് ഇടേണ്ടത്. ഇനി നെക്സ്റ്റ് എന്താണ്? അവിടെ പേര് നൽകിയിരിക്കുന്നത് എന്താണ്? അനാനാസുൻ എന്നാണ് അല്ലേ? അവിടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ എന്തൊക്കെയാണ്? ഉറുമാമ്പഴത്തിന്റെ ചിത്രം നൽകിയിട്ടുണ്ട്, മാമ്പഴത്തിന്റെ ചിത്രം നൽകിയിട്ടുണ്ട്, പിന്നെയോ പൈനാപ്പിളിന്റെ ചിത്രവും നൽകിയിട്ടുണ്ട് അല്ലേ? അനാനാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൈതച്ചക്കയാണ് അല്ലേ? പൈനാപ്പിൾ ആണ്. അപ്പോൾ ഏതിന്റെ നേരെയാണ് നമ്മൾ ടിക്ക് മാർക്ക് ഇടേണ്ടത്? കൈതച്ചക്കയുടെ താഴെയുള്ള ബോക്സിലാണ് നമ്മൾ ടിക്ക് മാർക്ക് ഇടേണ്ടത്. ഇനി അടുത്തതായി നൽകിയിരിക്കുന്നത് എന്താണ്? കൽബുൻ എന്നാണ് വാക്ക് നൽകിയിരിക്കുന്നത് അല്ലേ? ഇവിടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ എന്തൊക്കെയാണ്? നായയുടെ ചിത്രമുണ്ട്, പശുവിന്റെ ചിത്രമുണ്ട്, കുരങ്ങിന്റെ ചിത്രവും ഉണ്ട് അല്ലേ? കൽബുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നായയാണ് അല്ലേ? അപ്പോൾ ഏത് ബോക്സിലാണ് നമ്മൾ ടിക്ക് മാർക്ക് ഇടേണ്ടത്? നായയുടെ നേരെ താഴെയുള്ള ബോക്സിലാണ് ടിക്ക് മാർക്ക് ഇടേണ്ടത്. ഇനി അടുത്ത ചോദ്യം നോക്കാം.
ചിത്രത്തിന് അനുയോജ്യമായ പദം കണ്ടെത്തി ശരി അടയാളം ഇടാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ചിത്രത്തിൽ എന്താണ് കൂട്ടുകാർ കാണുന്നത്? ഒരു ആപ്പിൾ ആണ് അല്ലേ? ഇവിടെ എന്തൊക്കെ പേരുകളാണ് നൽകിയിരിക്കുന്നത്? തുഫാഹുൻ, തംറുൻ, അനാനാസുൻ. അനാനാസുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പൈനാപ്പിൾ ആണ്. തംറ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാരക്കയാണ്. തുഫാഹുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആപ്പിൾ ആണ് അല്ലേ? അപ്പോൾ ഏതിന്റെ താഴെയാണ് നമ്മൾ ടിക്ക് മാർക്ക് ഇടേണ്ടത്? ഒന്നാമത് നൽകിയിരിക്കുന്ന പേരിന് താഴെയാണ് അല്ലേ? ഇനി അടുത്ത ചിത്രം ആരുടേതാണ് നൽകിയിരിക്കുന്നത്? ഒരു പൂവൻ കോഴിയാണ് അല്ലേ? എന്തൊക്കെയാണ് ഇവിടെ നൽകിയിരിക്കുന്ന വാക്കുകൾ? ബബഗാഉൻ, ദീകുൻ, ബത്വത്തുൻ അല്ലേ? ബത്വത്തുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? താറാവാണ്. ദീകുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പൂവൻ കോഴിയാണ്. ബബഗാഉൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തത്തയാണ് അല്ലേ? അപ്പോൾ ശരിയായിട്ടുള്ള വാക്ക് ഏതാണ്? രണ്ടാമത്തെ വാക്കാണ് അല്ലേ? ദീകുൻ. അതിന് താഴെയാണ് നമ്മൾ ടിക്ക് മാർക്ക് ഇടേണ്ടത്. ഇനി നമ്മൾക്ക് മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. നുക്കമ്മിൽ. വിട്ടുപോയിരിക്കുന്ന അക്ഷരങ്ങളെ കണ്ടെത്തി എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നൽകിയിരിക്കുന്ന അക്ഷരങ്ങൾ എന്തൊക്കെയാണ്? സു എന്ന് നൽകിയിട്ടുണ്ട്, ബ നൽകിയിട്ടുണ്ട്, റോ നൽകിയിട്ടുണ്ട്, ഹ നൽകിയിട്ടുണ്ട്, ത നൽകിയിട്ടുണ്ട്. ഇനി ഒന്നാമത്തെ ചിത്രത്തിൽ എന്താണ് കൂട്ടുകാർ കാണുന്നത്? ഒരു ഗ്ലാസ്സിൽ കുറച്ച പാലാണ് അല്ലേ? പാലിന് എന്താണ് നമ്മൾ അറബിയിൽ പഠിച്ചിരിക്കുന്നത്? ചിത്രത്തിന് താഴെ എന്താണ് എഴുതിയിരിക്കുന്നത്? ഡാഷ് ലീബുൻ അല്ലേ? അവിടെ വിട്ടുപോയിരിക്കുന്ന അക്ഷരം ഏതാണ്? പാലിന് എന്താണ് അറബിയിൽ പറയുന്നത്? ഹലീബുൻ എന്നാണ് അല്ലേ? അപ്പോൾ അവിടെ വിട്ടുപോയിരിക്കുന്ന അക്ഷരം ഹ ആണ്. മുകളിലത്തെ ബോക്സിൽ നിന്ന് ഹ എന്ന അക്ഷരം എടുത്ത് നമ്മൾ അവിടെ പൂരിപ്പിച്ചാൽ മതി. ഇനി അടുത്ത ചിത്രത്തിൽ എന്താണ് കാണിച്ചിരിക്കുന്നത്? പപ്പായയാണ് അല്ലേ? പപ്പായയ്ക്ക് എന്താണ് നമ്മൾ അറബിയിൽ പഠിച്ചിരിക്കുന്നത്? ബബായ എന്നാണ് അല്ലേ? താഴെ എന്താണ് നൽകിയിരിക്കുന്നത്? ഡാഷ് ബായ. അവിടെ വിട്ടുപോയിരിക്കുന്ന അക്ഷരം ഏതാണ്? ബ ആണ് അല്ലേ? അതാണ് നമ്മൾ മുകളിൽ നിന്ന് എടുത്തവിടെ പൂരിപ്പിക്കേണ്ടത്. ഇനി അടുത്ത ചിത്രത്തിൽ എന്താണ് കാണിച്ചിരിക്കുന്നത്? ഉറുമാമ്പഴമാണ് അല്ലേ? ഉറുമാമ്പഴത്തിന് എന്താണ് നമ്മൾ അറബിയിൽ പഠിച്ചിരിക്കുന്നത്? റുമ്മാനുൻ എന്നാണ് അല്ലേ? അവിടെ എന്താണ് നൽകിയിരിക്കുന്നത്? ഡാഷ് മാനുൻ. എങ്ങനെയാണ് നമ്മൾ പൂരിപ്പിക്കേണ്ടത്? റുമ്മാനുൻ എന്നാണ് പൂരിപ്പിക്കേണ്ടത് അല്ലേ? മുകളിൽ നിന്ന് ഏത് അക്ഷരമാണ് അവിടെ എടുത്ത് പൂരിപ്പിക്കേണ്ടത്? റു എന്ന അക്ഷരമാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. പേരിന്റെ ആദ്യ അക്ഷരം കണ്ടെത്തി എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ചിത്രത്തിൽ ആരെയാണ് കൂട്ടുകാർ കാണുന്നത്? ഒരു സിംഹമാണ് അല്ലേ? സിംഹത്തിന് എന്താണ് നമ്മൾ അറബിയിൽ പഠിച്ചിരിക്കുന്നത്? അസദുൻ എന്നാണ് അല്ലേ? അവിടെ വിട്ടുപോയിരിക്കുന്ന അക്ഷരം ഏതാണ്? അതിന് നേരെ നൽകിയിരിക്കുന്ന ബോക്സുകളിലേക്ക് നോക്കൂ. ഏതെല്ലാം അക്ഷരങ്ങളാണ് അവിടെ നൽകിയിരിക്കുന്നത്? ആ നൽകിയിട്ടുണ്ട്, ഈ നൽകിയിട്ടുണ്ട്, ഓ നൽകിയിട്ടുണ്ട്. ഏതാണ് നമ്മൾ അവിടെ പൂരിപ്പിക്കേണ്ടത്? അസദുൻ എന്നാണ് എഴുതേണ്ടത് അല്ലേ? അപ്പോൾ അനുയോജ്യമായിട്ടുള്ള അക്ഷരം ഏതാണ്? ആ ആണ്. ഇനി അടുത്ത ചിത്രത്തിൽ എന്താണ് കാണിച്ചിരിക്കുന്നത്? ഒരു പൂച്ചയാണ് അല്ലേ? പൂച്ചയ്ക്ക് എന്താണ് നമ്മൾ അറബിയിൽ പഠിച്ചിരിക്കുന്നത്? പെത്തുൻ എന്നാണ് അല്ലേ? അതിന് നേരെ നൽകിയിരിക്കുന്ന ബോക്സുകളിൽ ഏതെല്ലാം അക്ഷരങ്ങളാണ് നൽകിയിരിക്കുന്നത്? ആ എന്ന് നൽകിയിട്ടുണ്ട്, ഐ എന്ന് നൽകിയിട്ടുണ്ട്, ഓ എന്നും നൽകിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ശരിയായിട്ടുള്ള അക്ഷരം ഏതാണ്? പെത്തുൻ എന്ന് എഴുതണമെങ്കിൽ ഏത് അക്ഷരമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്? ഐ എന്ന അക്ഷരമാണ്. ഇനി നമ്മൾക്ക് നാലാമത്തെ ആക്ടിവിറ്റി നോക്കാം. നുക്കമ്മിലുൽ ബയാൻ. വിട്ടുപോയിരിക്കുന്ന അക്ഷരം തെരഞ്ഞെടുത്തിട്ട് പൂർത്തിയാക്കാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ബോക്സിൽ ഏതെല്ലാം അക്ഷരങ്ങളാണ് നൽകിയിരിക്കുന്നത്? സ എന്ന് നൽകിയിട്ടുണ്ട്, ക എന്ന് നൽകിയിട്ടുണ്ട്, ബ എന്നും നൽകിയിട്ടുണ്ട്. അവിടെ നൽകിയിരിക്കുന്ന വാക്ക് ഏതാണ്? ഡാഷ് ഇൽബുൻ. അവിടെ വിട്ടുപോയിരിക്കുന്ന അക്ഷരം ഏതാണ്? കെൽബുൻ എന്നാണ് നമ്മൾ പൂരിപ്പിക്കേണ്ടത് അല്ലേ? അപ്പോൾ അവിടെ എഴുതേണ്ട അക്ഷരം ഏതാണ്? ക എന്നാണ് അല്ലേ? ഇനി അടുത്ത ബോക്സിൽ നോക്കൂ. ഏതെല്ലാം അക്ഷരങ്ങളാണ് നൽകിയിരിക്കുന്നത്? ത എന്ന് നൽകിയിട്ടുണ്ട്, ക എന്ന് നൽകിയിട്ടുണ്ട്, റോ എന്നും നൽകിയിട്ടുണ്ട്. അതിന് താഴെ ഏത് വാക്കാണ് നൽകിയിരിക്കുന്നത്? ഡാഷ് റുൻ. ഏത് അക്ഷരമാണ് അവിടെ പൂരിപ്പിക്കേണ്ടത്? ഏത് വാക്കാണ് അവിടെയുള്ളത്? തംറുൻ എന്ന വാക്കാണ് അല്ലേ? അപ്പോൾ മുകളിൽ നിന്ന് ഏത് അക്ഷരമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്? ത എന്ന അക്ഷരമാണ്.
ഇനി അടുത്ത ബോക്സിൽ നോക്കൂ, ഏതെല്ലാം അക്ഷരങ്ങളാണ് നൽകിയിരിക്കുന്നത്? ക എന്ന് നൽകിയിട്ടുണ്ട്, ബു എന്ന് നൽകിയിട്ടുണ്ട്, ദി എന്ന് നൽകിയിട്ടുണ്ട്. ഏത് വാക്കാണ് താഴെ നൽകിയിരിക്കുന്നത്? ഡാഷ് ഈക്കുൻ അല്ലേ? ഏത് വാക്കാണ് അവിടെ പൂരിപ്പിക്കേണ്ടത്? ദീക്കുൻ എന്നാണ് അല്ലേ? അവിടെ വിട്ടുപോയിരിക്കുന്ന അക്ഷരം ഏതാണ്? ദി എന്നാണ് അല്ലേ? അതാണ് നമ്മൾ അവിടെ പൂരിപ്പിക്കേണ്ടത്. ഇനി അടുത്ത കോളത്തിൽ എന്താണ് നൽകിയിരിക്കുന്നത്? ഏതൊക്കെ അക്ഷരങ്ങളാണ് അതിൽ ഉള്ളത്? സ്വ എന്ന് നൽകിയിട്ടുണ്ട്, സ എന്ന് നൽകിയിട്ടുണ്ട്, ആ എന്ന് നൽകിയിട്ടുണ്ട്. ഇനി താഴെ നൽകിയിരിക്കുന്ന വാക്ക് ഏതാണ്? ഡാഷ് മക്കുൻ. ഏതാണ് ആ വാക്ക്? സമക്കുൻ എന്നാണ് അല്ലേ? അവിടെ പൂരിപ്പിക്കേണ്ട അക്ഷരം ഏതാണ്? സ എന്നാണ് അല്ലേ? അവിടെ മുകളിൽ നിന്ന് സ എന്നാണ് നമ്മൾ അവിടെ എടുത്ത് പൂരിപ്പിക്കേണ്ടത്. ഇനി അടുത്ത ബോക്സിൽ ഏതെല്ലാം അക്ഷരങ്ങളാണ് നൽകിയിരിക്കുന്നത്? ബു എന്ന് നൽകിയിട്ടുണ്ട്, തു എന്ന് നൽകിയിട്ടുണ്ട്, റു എന്നും നൽകിയിട്ടുണ്ട്. താഴെ ഏത് വാക്കാണ് നൽകിയിരിക്കുന്നത്? ഡാഷ് ബുലുൻ. ഏതാണ് ആ വാക്ക്? ബുൽബുൽ എന്നാണ് അല്ലേ? അവിടെ വിട്ടുപോയിരിക്കുന്ന അക്ഷരം ഏതാണ്? ബു എന്നാണ്. മുകളിൽ നിന്ന് ബു എന്ന അക്ഷരമാണ് നമ്മൾ അവിടെ പൂരിപ്പിക്കേണ്ടത്. ഇനി നമ്മൾക്ക് അഞ്ചാമത്തെ ആക്ടിവിറ്റി നോക്കാം. നുലാഹിലോ വനക്തുബോ. ചിത്രത്തിലുള്ള ജീവികളുടെയും വസ്തുക്കളുടെയും പേരുകൾ കണ്ടെത്തി എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. സഹായത്തിനായിട്ട് ഇവിടെ കുറച്ച് വാക്കുകൾ നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? കെൽബുൻ എന്നാൽ എന്താണ്? നായയാണ്. സമക്കുൻ എന്നാൽ എന്താണ്? മീനാണ്. ബൈത്തുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വീടാണ്. ഖിത്തുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പൂച്ചയാണ്. അസദുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഹമാണ്. ബുൽബുൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ബുൽബുൽ പക്ഷിയാണ്. സോസുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോഴിക്കുഞ്ഞാണ്. റുമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറുമാമ്പഴമാണ്. കൂട്ടുകാർ ചിത്രത്തിലേക്ക് നോക്കൂ. എന്തെല്ലാം വസ്തുക്കളും മൃഗങ്ങളുമാണ് ചിത്രത്തിലുള്ളത്? ഒരു ബുൽബുൽ പക്ഷിയുണ്ട് അല്ലേ? പിന്നെയോ ഒരു വീടുണ്ട്, പിന്നെയോ ഒരു മരമുണ്ട്, പിന്നെ എന്താണ് ഉള്ളത്? ഒരു നായയുണ്ട്, ഒരു കോഴിക്കുഞ്ഞുണ്ട്, ഒരു പൂച്ചയും ഉണ്ട്. നമ്മൾക്ക് ഇവിടെ സൈഡിൽ കുറച്ച് വാക്കുകൾ നൽകിയിരുന്നില്ലേ? അതിൽ നിന്ന് ഏതെല്ലാമാണ് നമ്മൾക്ക് ഇവിടെ എടുത്ത് എഴുതേണ്ടത്? കെൽബുൻ നായയുണ്ട്, പിന്നെയോ ബൈത്തുൻ വീടുണ്ട്, ഖിത്തുൻ പൂച്ചയുണ്ട്, ബുൽബുൽ ബുൽബുൽ പക്ഷിയുണ്ട്, പിന്നെ ആരാണ് ഉള്ളത്? സോസുൻ കോഴിക്കുഞ്ഞും ഉണ്ട് അല്ലേ? അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, comment and share.